Dear students, welcome back. We will discuss page replacement. Okay. Last class we demand paging and demand paging is a page, a particular page demand a page fault our page in memory main memory load but at a time multiple processes അതായത് നമ്മുടെ മെയിൻ മെമ്മറിനകത്ത് ഡിഫറെൻറ്റ് പ്രോസസ്സുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമുള്ള പ്രോഗ്രാംസ് മെയിൻ മെമ്മറിനകത്തേക്ക് ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ പേജ് ഫോൾട്ട് സംഭവിക്കുമ്പം മെയിൻ മെമ്മറി കംപ്ലീറ്റ്ലി ഓക്യുപ്പൈഡ് ആണെങ്കിൽ എന്ത് ചെയ്യും, എങ്ങനെയായിരിക്കും നമ്മൾ ആ ഒരു പ്രോസസ്സിൻ്റെ ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പോൾ അവിടെ മെയിനായിട്ട് 3 കേസുകളാണുള്ളത്. ഒന്നുകിൽ നമുക്ക് ആ എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ എന്ത് ചെയ്യാം, വെയിറ്റ് ക്യൂവിലേക്ക് മാറ്റാം. ഓക്കെ, പുട്ട് ദ പ്രോസസ് ഇൻ വെയിറ്റ് ക്യൂ അണ്ടിൽ എനി അതർ പ്രോസസ് ഫിനിഷസ് ഇറ്റ്സ് എക്സിക്യൂഷൻ ദർബൈ ഫ്രീയിങ് എ ഫ്രെയിംസ്. ഏതെങ്കിലും ഒരു പ്രോസസ്സ് അതിൻ്റെ ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് അതിനെ അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന ഫ്രെയിംസ് വെക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ആവശ്യമാണ് വന്നിട്ടുള്ള ഡിമാൻഡ് ചെയ്തിരിക്കുന്ന പുതിയ പേജസിന് ആ ഒരു പ്ലേസിലേക്ക് ലോഡ് ചെയ്യാം. അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രോസസ്സുകളുടെ പേജസിനെ റിമൂവ് ചെയ്യാം. എന്നിട്ട് എംപ്റ്റി സ്പേസ് ക്രിയേറ്റ് ചെയ്ത് അവിടേക്ക് നമുക്ക് അതിന് ആവശ്യമുള്ള പേജസിനെ ആഡ് ചെയ്യാം. ഇനി അതുമല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിൻ്റെ തന്നെ സം പേജസ്, അതായത് ഇപ്പം ഓൾറെഡി ലോഡ് ചെയ്തിരിക്കുന്ന പേജസ് നമുക്ക് മെയിൻ മെമ്മറിയിൽ നിന്ന് റിമൂവ് ചെയ്യാം അക്കോർഡിംഗ് ടു സം അൽഗോരിതം. ഓക്കെ, ഏതൊരു പെർട്ടിക്കുലർ അൽഗോരിതത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ആ ഒരു പേജസിനെ മെമ്മറിനകത്തുള്ള പേജസിനെ റിമൂവ് ചെയ്തിട്ട് പകരം പുതിയ പേജസ് അവിടെ റീപ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ 3 കേസുകളാണുള്ളത്. അതിൽ പേജ് റീപ്ലേസ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത്, അതായത് ഒരു പ്രോസസ്സിന് ആവശ്യമില്ലാത്ത ഒരു പേജിനെ നമ്മൾ മാറ്റിയിട്ട് പുതിയൊരു പേജ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. നമുക്കൊരു പുതിയ പേജ് മെമ്മറിയിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ അവിടെ ഫ്രെയിംസ് ഒന്നും അവൈലബിൾ അല്ല എങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പേജിനെ സെലക്ട് ചെയ്തിട്ട് ആ പേജിനെ സ്വാപ്പ് ഔട്ട് ചെയ്യുന്നു. ദെൻ നമുക്ക് ആവശ്യമുള്ള പുതിയ പേജിനെ ഇതിനകത്തേക്ക് സ്വാപ്പ് ഇൻ ചെയ്യുകയാണ്. അപ്പോൾ അതിൽ നടക്കുന്ന പ്രോസസ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത്, നമുക്ക് ഏത് പേജാണോ സ്വാപ്പ് ഇൻ ചെയ്യേണ്ടത് ആ ഒരു പേജിനെ നമ്മൾ ഡിസൈഡ് പേജിന് എൻ്റെ ലൊക്കേഷൻ ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കുന്നു. ദെൻ ഫൈൻഡ് ഫ്രീ ഫ്രെയിം, ഒരു ഫ്രീ ഫ്രെയിം നമുക്ക് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ അൽഗോരിതം ഉപയോഗിച്ചിട്ട് ഒരു വിക്ടിം ഫ്രെയിമിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ദെൻ ആ വിക്ടിം ഫ്രെയിമിനെ സ്വാപ്പ് ഔട്ട് ചെയ്യുന്നു. സ്വാപ്പ് ഔട്ട് ചെയ്തതിന് ശേഷം ആ ഫ്രെയിമിൻ്റെ ഇൻവാലിഡ് ബിറ്റിനെ ഇൻവാലിഡ് ആയിട്ട് സെറ്റ് ചെയ്യുന്നു. കാരണം എന്താണ്, അത് മെയിൻ മെമ്മറിയിൽ ഇല്ല, അതിനെ നമ്മൾ സ്വാപ്പ് ഔട്ട് ചെയ്തു. ദെൻ അതിന് ശേഷം നമുക്ക് ഡിസൈഡ് പേജ്, അതായത് പേജാണോ സ്വാപ്പ് ഇൻ ചെയ്യേണ്ടത് ആ പേജിനെ സ്വാപ്പ് ഇൻ ചെയ്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പേജ് ടേബിളിൽ ഇൻവാലിഡ് ബിറ്റിനെ വാലിഡ് ആയിട്ട് സെറ്റ് ചെയ്യണം. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചേഞ്ചസ് വരുത്തണം. ഇത്രയും കാര്യങ്ങളാണ്. ദെൻ അതിനുശേഷം നമുക്ക് പ്രോസസ്സ് റീസ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഈ ഒരു കേസിൽ, അതായത് പേജ് റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വിക്ടിം ഫ്രെയിമിനെ കണ്ടുപിടിച്ചിട്ട് ദെൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആ ഒരു വിക്ടിം ഫ്രെയിമിനെ ഡിസ്കിനകത്തേക്ക് റൈറ്റ് ചെയ്ത് ദെൻ നമ്മുടെ ഡിസൈഡ് പേജിനെ അവിടുന്ന് റീഡ് ചെയ്ത് എവിടേക്ക് വെക്കണം, മെയിൻ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യണം. അപ്പം മെയിനായിട്ട് ഇവിടെ ഒരു ഡബിൾ ഡിസ്ക് ആക്സസ് വരുന്നുണ്ട്. ഒന്ന് വിക്ടിം പേജിനെ റൈറ്റ് ചെയ്യണം, ദെൻ നമുക്ക് ആവശ്യമുള്ള ഡിസൈഡ് പേജിനെ റീഡ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ഓവർഹെഡ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡേർട്ടി ബിറ്റ് എന്നുള്ള കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. പേജ് ടേബിൾ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിരുന്നു മോഡിഫൈ ബിറ്റ് ഓർ ഡേർട്ടി ബിറ്റ്. അപ്പോൾ മോഡിഫൈ ബിറ്റ് എനേബിൾഡ് അല്ല എങ്കിൽ, അതായത് ആ ഒരു ഫ്രെയിമിനകത്ത് ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന വിക്ടിം ഫ്രെയിമിൻ്റെ മോഡിഫൈഡ് ബിറ്റ് എനേബിൾഡ് അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, ആ ഫ്രെയിമിനകത്ത് ഒന്നും തന്നെ മോഡിഫിക്കേഷൻസ് ഒന്നും തന്നെ നടത്തിയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമുക്ക് ആ ഫ്രെയിമിനെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, സ്വാപ്പ് ഔട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ ആ ഫ്രെയിമിലേക്ക് ന്യൂ പേജിനെ, അതായത് നമുക്ക് ആവശ്യമുള്ള പേജ് ഏതാണോ ആ പേജിനെ എന്ത് ചെയ്യുന്നു, ഓവർ റൈറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ദിസ് ടെക്നിക് പ്രൊവൈഡ്സ് എ കംപ്ലീറ്റ് സെപ്പറേഷൻ ബിറ്റ്വീൻ ലോജിക്കൽ മെമ്മറി ആൻഡ് ഫിസിക്കൽ മെമ്മറി. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് പേജ് ടേബിളിനകത്തുള്ള ഡേർട്ടി ബിറ്റ് ഉപയോഗിച്ചിട്ട് ഈ ഡിസ്ക് ആക്സസിങ് ടൈം നമുക്ക് റെഡ്യൂസ് ചെയ്യാം.
അപ്പം മോഡിഫിക്കേഷൻസ് ഒന്നും വരുത്താത്തൊരു ഫ്രെയിമിനെയാണ് സാപ്പ് ഔട്ട് ചെയ്യേണ്ടതെങ്കിൽ ആ ഫ്രെയിമിനെ സാപ്പ് ഔട്ട് ചെയ്യുന്നതിന് പകരം ന്യൂ പേജ് വെച്ചിട്ട് ഓവർറൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഈ ഒരു ആവശ്യത്തിനായിട്ട് നമ്മൾ ഡിഫറെൻ്റ് അൽഗോരിതംസ് യൂസ് ചെയ്യുന്നുണ്ട്, പേജ് റീപ്ലേസ്മെൻറ്റ് അൽഗോരിതംസ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പേജ് റീപ്ലേസ്മെൻറ്റ് അൽഗോരിതം, ദെൻ സെക്കൻഡ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പേജ് റീപ്ലേസ്മെൻറ്റ് അൽഗോരിതം, least recently used page replacement algorithm, optimal page replacement algorithm and random page replacement algorithm. ഇതല്ലാതെ ഇനി ഇഷ്ടംപോലെ അൽഗോരിതംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഔട്ട് പേജ് റീപ്ലേസ്മെൻറ്റ് അൽഗോരിതം നോക്കാം. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പേജ് റീപ്ലേസ്മെൻറ്റ് അൽഗോരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ക്യൂ ഡാറ്റ സ്ട്രക്ചറാണ്. ഈ ഒരു എന്താ പേജസിൻ്റെ ഏത് പേജിനെ നമുക്ക് ആദ്യം സെലക്ട് ചെയ്യണം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന, അതായത് നമുക്ക് ആവശ്യമായിട്ട് ഡിമാൻഡ് ചെയ്യുന്ന പേജസ് ഏതൊക്കെയാണോ ആ പേജസിൻ്റെ ഓർഡർ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യൂ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്യൂവിൽ ഫസ്റ്റിൽ വന്നിരിക്കുന്ന ഏത് പേജാണോ ആ പേജിനെയാണ് നമ്മൾ ഒരു പേജ് റീപ്ലേസ്മെൻറ്റിൻ്റെ ആവശ്യം വരുമ്പം ആ പേജിനെയാണ് നമ്മൾ ആദ്യം റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആൻഡ് ഈസി ഇംപ്ലിമെൻറ്റേഷൻ ആണ്, ഓവർ ഹെഡ്സ് എല്ലാം ലോ ആണ്. ദെൻ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പെർഫോമൻസ് വളരെ പുവറാണ്. ദെൻ ഡസൻറ്റ് കൺസിഡർ ഫ്രീക്വൻസി ഓഫ് യൂസ് ഓർ ലാസ്റ്റ് യൂസ്ഡ് ടൈം, സിംപ്ലി റീപ്ലേസ് ദ ഓൾഡസ്റ്റ് പേജ്. ഏറ്റവും കൂടുതലായിട്ട് ടൈം ഏത് പേജാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതൊന്നും നോക്കാതെ തന്നെ, അതായത് നമ്മുടെ പ്രോഗ്രാമിനകത്ത് ലോപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു എന്താ ഫങ്ഷൻസിനെയൊക്കെ കോൾ ചെയ്യുന്ന പ്രോഗ്രാംസൊക്കെയാണ് എഴുതിയതെങ്കിൽ അവിടെ സെയിം പേജസിനെ ആയിരിക്കും വീണ്ടും ആവശ്യമുണ്ട്. പക്ഷെ അതൊന്നും നോക്കാണ്ട് ഒരു പേജ് ഫോൾട്ട് വരുമ്പോൾ ഏറ്റവും ആദ്യം ഏത് പേജാണോ വന്ന് അതിനെ അങ്ങോട്ട് റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് സപ്പോസ് ബെലഡീസ് അനോമലി. ബെലഡീസ് അനോമലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ കേസിൽ നമുക്ക് ഈ പേജ് ഫോൾട്ട് വരുന്ന എന്തുകൊണ്ടാണ്? പേജ് ഫ്രെയിംസിൻ്റെ എണ്ണം കുറവായതുകൊണ്ട് അല്ലേ? നമ്മുടെ പ്രോഗ്രാമിന് എത്രത്തോളം പേജസ് ഉണ്ടോ അത്രത്തോളം ഫ്രെയിംസ് അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണല്ലോ പേജ് ഫോൾട്ട് വരുന്നത്. അപ്പോൾ ഫ്രെയിംസിൻ്റെ എണ്ണം കൂടുമ്പം നോർമലി പേജ് ഫോൾട്ടിൻ്റെ റേറ്റ് കുറയുകയാണ് വേണ്ടത്. പക്ഷേ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് അൽഗോരിതം യൂസ് ചെയ്യുന്ന കേസിൽ ചില കേസുകളിലെല്ലാം പേജ് ഫോൾട്ട് റേറ്റും ഇൻക്രീസ് ചെയ്യും. അതായത് പേജ് ഫ്രെയിംസിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് പേജ് ഫോൾട്ടിൻ്റെ റേറ്റും ഇൻക്രീസ് ചെയ്യും. ഈ ഒരു കേസിനെയാണ് എന്ത് പറയുന്നത്? ബെലഡീസ് അനോമലി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. A system uses 3 page frames for storing process pages in main memory. It uses first in first out and the page reference strings 1 2 3 4 1 2 5 1 2 3 4 5. ഇപ്പോൾ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് അൽഗോരിതം ഉപയോഗിച്ചിട്ട് നമ്മളിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പം 1 2 3 4 1 2 5 1 2 3 4 5 ഇത്രയും പേജസാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് അല്ലേ? അപ്പോൾ ഫസ്റ്റ് ടൈമിൽ ഇതെല്ലാം ഇനീഷ്യലി എന്താണ് എം ടി ആണ്. അപ്പോൾ 1 എന്നുള്ള ഒരു പേജിന് റെഫർ ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് വരും? ഒരു പേജ് ഫോൾട്ട് വരും അല്ലേ? അതുകൊണ്ട് 1 ഞാനിവിടെ എൻ്റർ ചെയ്തു. ദെൻ 2 വരുമ്പോൾ വീണ്ടും ഒരു പേജ് ഫോൾട്ട് വന്നു. 1 ആൻഡ് 2 എന്നുള്ള വാല്യൂ ഇൻസേർട്ട് ചെയ്തു. ദെൻ നെക്സ്റ്റ് 3 വരുമ്പോഴും ഒരു പേജ് ഫോൾട്ട് വരും. 1 2 ആൻഡ് 3. ഓക്കെ, ദെൻ നെക്സ്റ്റ് 4 ഇൻസേർട്ട് ചെയ്യുമ്പം ഇവിടെ ഫസ്റ്റ് വന്നത് 1 ആണ്. 1നെ നമ്മൾ റിമൂവ് ചെയ്യും അല്ലേ? അപ്പോൾ എന്താ വരുന്നു? 2 3 4. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നുള്ള രീതിയിലാണ് ക്യൂ ആഡ് ചെയ്യുന്നത്. നമ്മൾ ക്യൂ അല്ലേ യൂസ് ചെയ്യുന്നത്, അപ്പോൾ ആ ഒരു രീതിയിൽ ആഡ് ചെയ്ത് പോകുന്നത്. ദെൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് എന്താണ്? ഇപ്പോൾ നമുക്ക് 4 വന്നപ്പോഴും ഇവിടെ ഒരു പേജ് ഫോൾട്ട് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് വന്നത് എന്താണ്? 1 ആണ്. 1 വരുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും? 2 എന്നുള്ളതിനെ ഒഴിവാക്കി ദെൻ 3 4 1നെ ഇൻസേർട്ട് ചെയ്തു. പേജ് ഫോൾട്ട് വന്നു. 2 വരുമ്പോൾ വീണ്ടും പേജ് ഫോൾട്ട് വരുന്നുണ്ട്. അപ്പോൾ 3 ഒഴിവാക്കി ഇവിടെ 4 1 2നെ ഇൻസേർട്ട് ചെയ്തു. 5 വരുമ്പോൾ 4നെ പേജ് ഫോൾട്ട് 4നെ നമ്മൾ റീപ്ലേസ് ചെയ്യും. 4 ആണ് ഇവിടെ ആദ്യമായിട്ട് വന്നിരിക്കുന്നത്, അതുകൊണ്ട് 1 2 5 വന്നു.
പേജ് ഫോൾട്ട് വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് 1 വരുമ്പോൾ ഇവിടെ ഓൾറെഡി 1 ഉണ്ട്, ഇവിടെ പേജ് ഫോൾട്ട് ഇല്ല. ദെൻ നെക്സ്റ്റ് 2 ആണ് വരുന്നത്, അപ്പോഴും പേജ് ഫോൾട്ട് ഇല്ല. ദെൻ നെക്സ്റ്റ് 3 ആണ്, ഈ ഒരു ടൈമിൽ പേജ് ഫോൾട്ട് വരുന്നില്ല. ദെൻ 4 വരുമ്പോൾ 1 എന്നുള്ള ഫ്രെയിമിലാണ് നമുക്ക് 1 എന്നുള്ള ഫ്രെയിമിനെയാണ് നമ്മൾ ഒഴിവാക്കുന്നത്, റീപ്ലേസ് ചെയ്യുന്നത് 4 വെച്ചിട്ട്. ദെൻ 5 വരുമ്പോൾ 2വിനെ നമ്മൾ ഒഴിവാക്കുന്നു. ദെൻ 3, 4, 5. അപ്പോൾ ഇവിടെ പേജ് ഫോൾട്ട് ഉണ്ട്, ഇവിടെ പേജ് ഫോൾട്ട് ഉണ്ട് അല്ലേ. അപ്പോൾ ടോട്ടൽ പേജ് ഫോൾട്ട് എന്ന് പറയുന്നത് 1, 2, 3, 4, 5, 6, 7, 8, 9 പേജ് ഫോൾട്ടാണ് ഇവിടെ വരുന്നത്. ശരിയല്ലേ? ഓക്കെ, ഇനി നോക്കാം. നമ്മൾ ഈ ഫ്രെയിമിൻ്റെ എണ്ണം 3ക്ക് പകരം 4 ആക്കി വയ്ക്കാം. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് ഫ്രെയിംസ് എന്ന് പറയുന്നത് ഇവിടെ 4 ആണ്. അപ്പോൾ 4 ഫ്രെയിംസ് വരികയാണെങ്കിൽ എങ്ങനെയാണ് പേജ് ഫോൾട്ട് വരുന്നത് നോക്കൂ. അപ്പോൾ ഫസ്റ്റിൽ നമുക്ക് 1 ആണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്, ഇവിടെ ഒരു പേജ് ഫോൾട്ട് വന്നു. ദെൻ 1, 2 ഇവിടെ പേജ് ഫോൾട്ട് ഉണ്ട്. 1, 2, 3 പേജ് ഫോൾട്ട്. ദെൻ 1, 2, 3, 4 ഇവിടെ പേജ് ഫോൾട്ട് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് വരുന്നത് 1 ആണ്. 1 ഓൾറെഡി ഇതിനകത്തുണ്ട്, അപ്പോൾ പേജ് ഫോൾട്ട് വരുന്നില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് 2 ആണ്. 2 ഓൾറെഡി ഇതിനകത്തുണ്ട്, അപ്പോഴും നമുക്ക് എന്ത് വരുന്നില്ല, പേജ് ഫോൾട്ട് വരുന്നില്ല. നെക്സ്റ്റ് 5 ആണ് നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. 5 ഇൻസേർട്ട് ചെയ്യുമ്പോൾ 1നെ റീപ്ലേസ് ഒഴിവാക്കിയിട്ടാണ് 5 വരുന്നത്. അപ്പോൾ 2, 3, 4, 5. ഓക്കെ, ഇവിടെ ഒരു പേജ് ഫോൾട്ട് വന്നു. ദെൻ നെക്സ്റ്റ് വരുന്നത് 1 ആണ്. അപ്പോൾ നമ്മൾ എന്തിനെ റിമൂവ് ചെയ്തു, 2വിനെ റിമൂവ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ 3, 4, 5 1നെ ഇൻസേർട്ട് ചെയ്തു, പേജ് ഫോൾട്ട് വന്നു. ദെൻ നെക്സ്റ്റ് 2 ആണ് വരുന്നത്. 2 വരുമ്പോൾ 3യെ റിമൂവ് ചെയ്യും. 5, 1, 2. ഓക്കെ, അപ്പോൾ ഇവിടെ പേജ് ഫോൾട്ട് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് 3 ആണ് വരുന്നത്, അപ്പോൾ 4നെ റിമൂവ് ചെയ്യുന്നു. 5, 1, 2, 3 വരുന്നു. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് എന്താണ്, 4 ആണ്. 4 വരുമ്പോൾ ഇവിടെ ഒരു പേജ് ഫോൾട്ട് വരും, അപ്പോൾ 5നെ റിമൂവ് ചെയ്യും. അപ്പോൾ നമുക്ക് 1, 2, 3, 4 എന്ന് വന്നു. ദെൻ നെക്സ്റ്റ് 5 ആണ്, ഇവിടെ പേജ് ഫോൾട്ട് വരും അല്ലേ. അപ്പോൾ 2, 3, 4, 5. ടോട്ടൽ നമ്പർ ഓഫ് പേജ് ഫോൾട്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പോൾ ഈ ഒരു കേസിൽ പേജ് ഫോൾട്ട് എന്ന് പറയുന്നത് എത്രയാണ്, 10 ആണ് വന്നത്. ഇങ്ങനെ അതായത് നമ്പർ ഓഫ് ഫ്രെയിംസ് ഇൻക്രീസ് ചെയ്തിട്ടും പേജ് ഫോൾട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിനാണ് എന്ത് പറയുന്നത്, ബെലഡീസ് അനോമലി എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി നോക്കാം, ഇതിൽ നമുക്ക് ഹിറ്റ് റേഷ്യോ ആൻഡ് മിസ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. ഹിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എത്ര ഹിറ്റ് ഓപ്പറേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് കേസിലാണെങ്കിൽ 3 ആണ് ഹിറ്റ് ഓപ്പറേഷൻ. ദെൻ 3 ഡിവൈഡഡ് ബൈ 12 ആയിരിക്കും എന്ത്, ഹിറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ദെൻ മിസ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും, 1 - 3 ഡിവൈഡഡ് ബൈ 12, അതായത് 9/12 ആണ് അതിനകത്ത് എന്ത് വരുന്നത്, മിസ് റേഷ്യോ എന്ന് പറയുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് പേജസ് മിസ്, അതായത് 9 ഡിവൈഡഡ് ബൈ 12. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ചെയ്തതിനേക്കാൾ നേരെ ഓപ്പോസിറ്റ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രാക്ക് ആണ്, ദാറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്രെയിംസ് സ്റ്റോർ ചെയ്ത് നമ്മൾ അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന ഫ്രെയിംസിനകത്തേക്ക് ഏതൊക്കെ പേജസ് ആണ് അലോക്കേറ്റ് ചെയ്തതെന്നുള്ള ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്യുന്നത് ഒരു സ്റ്റാക്കിനകത്തായിരിക്കും. അപ്പോൾ ലാസ്റ്റിൽ ഏതാണോ പേജാണോ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് ആ പേജിനായിരിക്കും ആദ്യം എന്ത് ചെയ്യുന്നത്, റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. സിസ്റ്റം യൂസ് നേരത്തെ പറഞ്ഞിരിക്കുന്ന സെയിം വാല്യൂസ് തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ 3 ഫ്രെയിം വെച്ചിട്ട് എങ്ങനെ ചെയ്യുന്നത് നോക്കും. നോക്കാം, ഇവിടെ നമുക്ക് ഫസ്റ്റിലെ ഫ്രെയിംസ് ഫ്രീ ആണ്. അപ്പോൾ ഇതിനകത്ത് 1, 2 and 3 ലോഡ് ചെയ്യുമ്പോൾ പേജ് ഫോൾട്ട് വരും. ദെൻ ഇനി 4 വരുമ്പോൾ നമ്മളിവിടെ റീപ്ലേസ് ചെയ്യുക എന്തിനായിരിക്കും, 3 ആണ്. അപ്പോൾ 1, 2 ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്തത് ഏതാണ്, 4. ദെൻ നെക്സ്റ്റ് 1 വരുന്ന സമയത്ത് ഇവിടെ എന്തില്ല, പേജ് ഫോൾട്ട് ഇല്ല. 2 വരുമ്പോൾ പേജ് ഫോൾട്ട് ഇല്ല. ദെൻ നെക്സ്റ്റ് 5 വരുന്ന സമയത്ത് ലാസ്റ്റിൽ ഇൻസേർട്ട് ചെയ്തത് ഏതായിരുന്നു, 4 ആയിരുന്നു. അതിനെ റീപ്ലേസ് ചെയ്ത് 5 വന്ന് ഇവിടെ ഒരു പേജ് ഫോൾട്ട് വരും. ദെൻ 1 വരുമ്പോൾ പേജ് ഫോൾട്ട് ഇല്ല. ദെൻ 2 വരുമ്പോൾ പേജ് ഫോൾട്ട് ഇല്ല. നെക്സ്റ്റ് 3 ആണ്. 3 വരുന്ന സമയത്ത് എന്ത് വരും, 1, 2, 5നെ റീപ്ലേസ് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു പേജ് ഫോൾട്ട് വരും. ദെൻ 4 വരുമ്പോൾ പേജ് ഫോൾട്ട് ഉണ്ട്, 1, 2, 4. ദെൻ 5 വരുമ്പോൾ 1, 2, 5. ഓക്കെ, ഇത്രയും പേജ് ഫോൾട്ടുകളാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ടോട്ടൽ പേജ് ഫോൾട്ട് എന്ന് പറയുന്നത് 8 ആണുള്ളത്.
എന്നാൽ ഇതേ കാര്യത്തെ നമ്മൾ 4 ഫ്രെയിംസ് വെച്ചിട്ട് ചെയ്യുമ്പം ഇതിനകത്ത് വരുന്ന പേജ് ഫോൾട്ട് എന്ന് പറയുന്നത് എത്രയേ വരുന്നുള്ളൂ? 7 വരുന്നുള്ളൂ. അപ്പം ലാസ്റ്റ് ആൻഡ് ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്നതിനകത്ത് എന്തില്ല? ബലഡീസ് അനോമലി വരുന്നില്ല. ഓക്കെ, ഇത്ര കാര്യം മനസ്സിലായെന്ന് വിചാരിക്കും. ഓക്കെ, ബൈ.